ചിരിക്കുന്നതായി നീ തെറ്റു ചെയ്താൽ ഇന്ന്, കരയുന്നതായി കടക്കും നീ നരകമിൽ അന്ന്. തിരുമുസ്തഫ ഇത് വ്യക്തമായി പറയുന്നതാ, ഇബ്നു അബ്ബാസിൻ്റെ റിപ്പോർട്ടുള്ളതാ. ചിരിക്കുന്ന പക്ഷം കൂടുതൽ ആരിന്ന്, കരയുന്നതാണ് കൂടുതൽ അവരന്ന്. ആരാണ് കരയൽ ഇന്ന് ഏറ്റം കൂടുതൽ, ചിരിക്കുന്നതും അവരാണ് അധികം സ്വർഗമിൽ. നിത്യം ഹസൻ ബസരി ദുഃഖിതനാണ്, തൻ്റെ ഉമ്മയെ ദഫൻ ചെയ്ത മട്ടിലുമാണ്. താൻ കണ്ടു യാത്രയിൽ ഒരു യുവാവും നിന്ന്, ചിരിക്കുന്നതായി അപ്പോൾ ബുനയ്യ എന്ന് വിളിച്ചിട്ട് നീ പാലം സിറാത്തും വിട്ട് കടന്നോ, ജവാബില്ലെന്നുടൻ അവനിട്ട്. സ്വർഗത്തിലോ നരകത്തിലോ നീ എത്തലും എന്നുള്ളതിൽ അറിവുണ്ടൊലാല എന്നിലും. പിന്നെന്ത് കൊണ്ടാ നീ ചിരിച്ചത് സോദര, വിരിഞ്ഞിട്ടുമില്ലത് കേട്ടു പിന്നത്താമര. മാന്യൻ്റെ വാക്ക് തറച്ച് കൽബിൽ ചെന്ന്, പെട്ടെന്ന് തൗബ ചെയ്തു ചിരിയിൽ നിന്ന്. അന്നത്തെ ഉലമാ ഇൽമ് കൊണ്ടമലുണ്ട്, അപ്പോൾ ഫലം അന്യരിലും അതുകൊണ്ടുണ്ട്. ഇന്നത്തെ ഉലമാ ഇൽമു കൊണ്ടമലില്ല, അതിനാൽ ഫലം അന്യരിലും അതുകൊണ്ടില്ല. ഞങ്ങൾക്ക് നീ നൽകുന്നതിൽ ഫലം ചെയ്യണേ, അല്ലാത്തതെല്ലാം യാ ഇലാഹി കാക്കണേ. കള്ളം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കലും വയിലുണ്ടവർക്കെന്നാണ് തിരുവചനത്തിലും. ചിരിപ്പിക്കുവാൻ ഒരു വാക്ക് നീ പറയുന്നത്, റബ്ബിൻ്റെ കോപമിറങ്ങുവാൻ വഴി തന്നത്. നിനക്കും ലഭിക്കും നിന്റെ ചുറ്റിലും നിന്ന മറ്റുള്ളവർക്കും പൊതുവിപത്താണെന്ന. തമ്പീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, നുഖഈ ഇമാമിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. സുബ്ഹാന റബ്ബി കാലമേതാണോ ഇത്, വഅദിൻ്റെ സദസ്സിലും ഇന്ന് ചിരിയാണുള്ളത്. ചിരിയില്ല എങ്കിൽ സദസ്സിലും ആളില്ല, ആളുള്ളവർക്കോ തീരെ രസവും ഇല്ല. ഖബറിൻ്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിൻഹ തൊട്ട് ഊതിയിട്ട് മണ്ണും 8 സ്ഥലവും വിട്ട്. ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ദുർഗന്ധമാൽ ആ ഖബർ മുഴുവൻ നാറും, നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. പല്ലിൻ്റെ മുകളിൽ തോലണിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലിടിച്ച കിടത്തം തന്നെ. കണ്ടില്ല മഹ്ശറ നരകവും നീ ഇന്ന്, ഖബറിൻ്റെ അവസ്ഥ നീ കണ്ടതല്ലേ നിന്ന്. ഇതുതന്നെ മതി കരയുവാൻ ധാരാളം, ചിന്തിച്ച് നോക്കിയത് സകലതും മൗത്തോളം.